രുദ്ര ബോൾ തട്ടിപ്പറിച്ചതാ പാസ് ചെയ്തിരിക്കുന്നു. കണ്ടോ, ഗോൾ! സൺ സിറ്റി 5 ഗോൾ എടുത്തു കഴിഞ്ഞു. നമ്മുടെ ടീം ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോൽവി സംബന്ധിച്ച് തോറ്റ് ഓടേണ്ടി വരുമെന്നാ തോന്നുന്നേ. ഈ അദൃശ്യം എവിടെ പോയാ തൊലഞ്ഞത്? നീ എത്തിയോ? നീ എപ്പോഴാ വന്നത്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യാന്നറിയാമോ? അദൃശ്യം വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവൻ ചെയ്തിരിക്കും. ഇതുവരെ എന്നെ കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ഇപ്പൊ പറയ, എന്നെ എന്തിനാണ് വിളിച്ചത്? അദൃശ്യം, ഈ നടക്കുന്ന മാച്ച് നീ കണ്ടില്ലേ? വർഷങ്ങളായി എന്റെ ടീം മെമ്പേഴ്സ് ആ സൺ സിറ്റി ടീമിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും എന്റെ ടീം തോറ്റു പിന്മാറുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ നീ നിന്റെ ഇൻവിസിബിൾ പവർ യൂസ് ചെയ്തുകൊണ്ട് ഇന്ന് എന്റെ ടീമിനെ വിജയിപ്പിച്ച് കാണിക്കുക. അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം എനിക്ക് വെറും 1 സെക്കൻഡ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഏതത് ബോൾ എങ്ങനെ പറക്കുന്നത്? അതെങ്ങനെ സംഭവിച്ചത്? ഈ മാച്ചിൽ തീർച്ചയായിട്ടും കാൾ സിറ്റി തന്നെ ജയിച്ചിരുന്നു. ആ ബോൾ തന്നെ തന്നെ എങ്ങനെ പറക്കണേ? ഇന്ന് കാൾ സിറ്റിയുടെ മുന്നിൽ സൺ സിറ്റി തോറ്റ് പിന്മാങ്ങുന്നതായിരിക്കും. ആരോ എന്റെ കയ്യിൽ നിന്ന് ബോള് തട്ടിപ്പറിച്ച പോലെ തോന്നിയല്ലോ. വേഗം വരൂ രുദ്ര. ഓരോ പ്രാവശ്യവും ആരോ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്കുന്ന പോലെ തോന്നി, പക്ഷെ ആരാതെ കാണാൻ പറ്റിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. തീർച്ചയായിട്ടും ഇതെല്ലാം ഷാക്കാലിന്റെ ചതിയായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്കാൻ ഇവിടെ ആരോ ഉണ്ട്. കാൾ സിറ്റി പ്ലേയേഴ്സിന് അത് പാസ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് പാസ് ചെയ്യാം. ബോൾ ഒരുപാട് സമയം നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കരുത്. ഉടനെ പാസ് ചെയ്യണം. അവൻ ആരായാലും ശരി, നമ്മുടെ കയ്യിൽ നിന്നും ബോൾ തട്ടിപ്പറിക്കാൻ പറ്റില്ല. ഓക്കേ? അദൃശ്യം, രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും അവരുടെ ഇന്റലിജൻസിനെയും ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. നീയും അവസാനം ഫെയിൽ ആയിപ്പോയി. ചെല്ല്, നിനക്ക് ജീവിതത്തിലുണ്ടായ ഈ അപമാനം ഒരിക്കലും മറക്കരുത്. എനിക്കിതെല്ലാം ശീലമായി പോയി. അദൃശ്യനെ അപമാനത്തിന് പകരം വീട്ടിയിരിക്കും. എത്രയും പെട്ടെന്നത് സംഭവിക്കും. ലോകം അത് കാണും. ഇനി നോക്കിക്കോളൂ, ഞാൻ ഇവരുടെ ഈ സന്തോഷം എങ്ങനെ നശിപ്പിക്കുമെന്ന് നോക്കിക്കോളൂ. എന്താ എന്താ ഈ സംഭവിക്കുന്നത്? എന്നെ വിട്ടേക്കൂ.
ആരാത് എന്നെ അല്ല മുത്തശ്ശനെ ആരെ പെട്ടെന്ന് ഇങ്ങനെ കെട്ടിയിട്ടത്? മുത്തശ്ശ നമസ്കാരം സഹോദരി സഹോദരന്മാരെ. ആരും പേടിച്ചോടണ്ട, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾത്താൽ മതി. എന്റെ പേരാണ് മാന്ത്രികൻ അദൃശ്യൻ. ജയ്സിംഗിന്റെ ഫ്രണ്ടായ ഷാക്കാലിനെ പല പ്രാവശ്യം അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരല്പം ശിക്ഷ നൽകേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? ഷാക്കാലിന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ ജയ്സിംഗിനെ നീ നിന്റെ കൂടെ കൊണ്ടുപോയിക്കോ. നീ ഷാക്കാലിന്റെ ഫ്രണ്ടാണല്ലേ, അതുകൊണ്ട് നിനക്ക് എത്ര പറഞ്ഞാലും കാര്യങ്ങൾ മനസ്സിലാവില്ല. മുത്തശ്ശന്റെ വീട്ടേക്ക് ഞാനാ പറയുന്നത്. അല്ലെങ്കിൽ ഈ കൊച്ചു ചെക്കൻ അദൃശ്യനെ ചാലഞ്ച് ചെയ്യുകയാണല്ലേ? രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഓക്കെ, സംശയിക്കില്ല. അതുകൊണ്ട് നീയും മജിഷ്യൻ അദൃശ്യന്റെ ശക്തിയെ ഒരിക്കലും സംശയിക്കാൻ പാടില്ല. നീ കൊട്ടാരത്തിലേക്ക് ചെല്ലു ഷാക്കാൽ. എന്നെ സ്വാഗതം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യൂ. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരാം. മുത്തശ്ശനെ മര്യാദയ്ക്ക് വിട്ടേക്ക്. മുത്തശ്ശ മാജിക് മായാജാലത്തിന്റെ രാജാവ് എന്നെ കണ്ട് പേടിക്കാ. ഞാനാണ് ഷക്കാൽ. ജയ്സിംഗ് ചൗഹാൻ, ഇപ്പൊ നീ ഷക്കാലിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയത് കണ്ടില്ലേ? ഇനി സൺ സിറ്റി ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഇന്ന് എന്റെ സ്വപ്നം പൂവണിയുകയാണ്. ഷക്കാൽ, അങ്ങനെ ഒരുപാടൊന്നും സ്വപ്നങ്ങൾ കാണരുത്. സ്വപ്നങ്ങൾ ഫലിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപാട് വേദനിക്കേണ്ടി വരും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമോ? ധൃതി പിടിക്കണ്ട. ഇപ്പൊ സൺ സിറ്റിയുടെ കൂടെ ചേർത്ത് കാൽ സിറ്റിയും എന്റെ കൺട്രോളിലായിരിക്കും. അത് നീ മനസ്സിലാക്കോ? ഈ രണ്ട് രാജ്യങ്ങളും ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അതേപോലെ നിങ്ങൾ രണ്ടാൾക്കാരും ജീവിതകാലം മുഴുവനും എന്റെ അടിമയായി ജീവിക്കേണ്ടി. അദൃശ്യം, നിനക്ക് അത്യാഗ്രഹം കുറച്ച് കൂടി പോയിരിക്കുകയാണ് ഇപ്പോൾ. നിന്റെ കൂട്ടുകാരനെയാണ് നീ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുന്നത് അദൃശ്യം. ഷാക്കാൽ മറ്റുള്ളവരെ ചതിക്കാൻ നോക്കിയാൽ അതേ കുഴിയിൽ സ്വയം വീഴുന്നതാണ്. അദൃശ്യം, നീ എന്നെ ഒന്ന് വിട്ടേക്ക്. അതിന് പകരമായി നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാൻ തയ്യാറാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം അത് ഞാൻ തന്നെ എടുത്തോളാം ഷാക്കാൽ. സോഗ, സപ്പോല, ഇങ്ങോട്ട് വാ. ഞാനിപ്പോൾ സൺ സിറ്റിയിലേക്ക് പോവുകയാണ്. ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവരെ നല്ലോണം വാച്ച് ചെയ്തോണ്ടിരിക്കെ. രണ്ടുപേരും ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നീ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ശരി രാജാവേ. ബൈ ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ അലാസ സർ. രുദ്ര, ജയ്സിംഗ് ചൗഹാനെ അദൃശ്യം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കാര്യം ഞാനും അറിഞ്ഞിരിക്കുന്നു. നിന്റെ അദൃശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്റെ സഹായം ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അലാസ സർ, മുത്തശ്ശൻ എന്നോട് ഒരു കാര്യം പറയാറുണ്ട്. ബുക്സിൽ എപ്പോഴും സൊല്യൂഷൻസ് ഉണ്ടാവുമെന്ന്. മുത്തശ്ശനെ രക്ഷപ്പെടുത്താനുള്ള വഴി കണ്ടുപിടിക്കാനാണ് ഞാൻ ലൈബ്രറിക്ക് വന്നത്. അലാസ സർ, എനിക്ക് ആ ടോപ്പിക്കിൽ കുറച്ച് ബുക്സ് ആവശ്യമുണ്ട്. രുദ്ര, നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെന്ന് ചില ബുക്കുകളൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരാം. താങ്ക് യു അലാസ സർ. അലാസ സർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തും. രുദ്ര, ഇൻവിസിബിൾ മാജിക് സംബന്ധപ്പെട്ട എല്ലാ ബുക്കുകളും ഞാൻ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. രുദ്ര, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഇൻവിസിബിൾ മാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായാലും അവന്റെ ബോഡി അതേ സ്ഥലത്ത് തന്നെ നിൽക്കുമെന്ന്. അവന് ചുമര് കടന്നു പോവാൻ പറ്റില്ല, വാതിൽ കടന്നു പോവാൻ പറ്റില്ല. അവന് പുറത്തു പോകണമെങ്കിൽ വാതിൽ തുറന്നേ പറ്റൂന്നാ എഴുതിയിരിക്കുന്നത്. ഇതൊരു നല്ല ക്ലൂ തന്നെയാണ്. ഇനി അദൃശ്യനെ പിടിക്കാനുള്ള വഴി നോക്കാം. അവൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ അടുത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും, പക്ഷെ എന്നെ കാണാൻ പറ്റില്ലെന്ന്. വേഗം വരൂ, അവനെ നമ്മളുടെ അടുത്ത് കൊണ്ടുവരാനുള്ള വഴി നമുക്ക് നോക്കാം. അലാസ സർ, താങ്ക് യു വെരി മച്ച്. ഇനി നിങ്ങൾ ഇവിടെ നിന്ന പ്രശ്നമാവും.
ഇത് അപകടം പിടിച്ച സ്ഥലമാണ്. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവരുത്. എന്ത് പ്രശ്നമാണ് രുദ്ര? ജയ്സിംഗ് എന്റെ പഴയ ഒരു ഫ്രണ്ടാണ്. നീ അവന്റെ ഒരു ഗ്രാൻഡ് സൺ ആണ്. അതുകൊണ്ട് ഇതുപോലെ ഒരു പ്രശ്നമുള്ള സമയത്ത് എനിക്ക് നിന്നെ തനിച്ചാക്കിയിട്ട് പോവാൻ പറ്റില്ല. ജയ്സിംഗ് തിരിച്ചു വരുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അദൃശ്യം ഇവിടെ എത്തിക്കഴിഞ്ഞെന്നാ തോന്നുന്നത്. മൈര, വരുൺ, റെഡി ആയിരിക്കെ. ഈ ബൈസ്ക ഈ കൊട്ടാരം ഞങ്ങളുടേതാണ്. അലാസ സർ, എഴുന്നേൽക്കൂ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രുദ്ര, നമുക്ക് അലാസ സാറിനെ ഇവിടുന്ന് മുകളിലേക്ക് കൊണ്ടുപോവാം. ആ ദൃശ്യം വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ വല്ലാത്തൊരു പ്രശ്നമായല്ലോ. വേഗം അയാളെ മുകളിലേക്ക് കൊണ്ടുപോ. ഈ സദൃശ്യത്തിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എവിടെയാടാ നീ? ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വാ. എന്നെ കണ്ട് പേടിച്ചവൻ ഓടിപ്പോയിന്നാ തോന്നുന്നേ. അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്താ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. എന്താ നീ ആരായാലും ശരി, ഞാൻ ഇവിടെ ഉള്ളത് വരെ നിനക്ക് ഈ പാലസിൽ ഒരു ചെറിയ സാധനം പോലും സ്വന്തമാക്കാൻ പറ്റില്ല. നല്ലോണം കളിക്കാൻ പഠിച്ചിരിക്കുന്ന മെജീഷ്യൻസിനാണ് ജയ്സിംഗ് ഇവിടെ വെച്ചിരിക്കുന്നത്. നീ എന്തായി ചെയ്യുന്നത്? എന്റെ പാത്രം കൊണ്ട് എന്നെ തന്നെ അടിക്കാൻ ശ്രമിക്കാണോ? എനിക്കൊരു കുഴപ്പവുമില്ല കുട്ടികളെ. അവൻ വീണ്ടും എത്തിന്ന തോന്നുന്നത്. ഈ ബൈസ്ക നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. മെയിൻ ഡോറിൽ കൂടി അകത്തേക്ക് വരാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. ഇനി അവന്റെ ശ്രമം ടെറസിൽ കൂടി അകത്ത് വരാനായിരിക്കും. അലാസ സർ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ. ഞങ്ങൾ മുകളിൽ പോയി നോക്കിട്ട് വരാം.
രുദ്ര, നമ്മൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? നമുക്ക് പുറത്തേക്ക് പോവാം. ഞാൻ എന്റെ സൂപ്പർ മാജിക് കാണിച്ചു കൊടുക്കാം. പിന്നീട് ആ അദൃശ്യം നിരന്തരമായി അപ്രത്യക്ഷമാവുന്നതായിരിക്കും. എന്ത്, നീ മാജിക് ചെയ്യാൻ പോവാണെന്നോ? വേണ്ട മൈര, ഇത് പുറത്തേക്ക് പോകാനുള്ള റൈറ്റ് ടൈം അല്ല. എന്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്. ഹോട്ട് ച്യൂവിംഗം ക്രിയേറ്റോ. ഇനി അവൻ ടെറസിൽ കാല് കുത്തി അടുത്ത നിമിഷം അവന്റെ കാല് പൊള്ളിപ്പോവും. അത് നമുക്ക് കാണാം. രുദ്ര ഒരു പക്ഷേ വിചാരിച്ചു കാണും ഞാൻ വാതിൽ കടന്ന് അകത്തേക്ക് വരുമെന്ന്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ടെറസ് വഴി അകത്തേക്ക് കടക്കും. ഒരു അറ്റാക്ക് കൊണ്ട് എല്ലാവരെയും വകവരുത്തും. എന്താ പറ്റിയത് എനിക്ക്? ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതെങ്ങനെയുണ്ട് അദൃശ്യം? ഇനി നിന്റെ ജീവിതകാലം മുഴുവനും ഈ ഭാഗത്ത് പോലും നീ തിരിഞ്ഞു നോക്കരുത്. ബബിൾ ഗം ട്വിസ്റ്റർ ക്രിയേറ്റോ. രുദ്ര, എനിക്കെന്തോ ഫൈനലി അവൻ പോയിന്ന് തോന്നുന്നത്. ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. ആരെ അടച്ചക്കാ നീ തേടുന്നത്? ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതല്ല. നീ ഈ പ്രായത്തിൽ എല്ലാം അതിവേഗത്തോടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, മജീഷ്യൻ അദൃശ്യത്തിനെ ജയിക്കാൻ കഴിയില്ല. അവൻ നമ്മുടെ രുദ്രയെ കേട്ടിട്ടിരിക്കുക. ഞാനിപ്പോ രുദ്രയെ രക്ഷപ്പെടുത്താൻ പോവാ. അന്തർ മന്തർ ജാദു കലാന്തർ ഫ്രീ ഹോ. നീ ചെയ്ത സഹായത്തിന് വളരെ നന്ദി മൈരാ. അടുത്തത് നീ. എന്താ നിന്റെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അദൃശ്യം, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഈ കുട്ടികളെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. അലക്സ് ആർജി, നിങ്ങളിപ്പോ ഭയങ്കര റിലാക്സ്ഡ് ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്റെ കൈവശം വേസ്റ്റ് ചെയ്യാൻ അത്ര സമയമൊന്നുമില്ല. നിങ്ങളും ഇവരെ പോലെ എന്റെ മുന്നിൽ കൈകെട്ടിയിരിക്കാൻ റെഡി ആയിക്കോളൂ. നീ ശരിയാണ് പറഞ്ഞത് അദൃശ്യം. എനിക്ക് അത്രയ്ക്കൊന്നും സമയമില്ല. ഞാൻ ആദ്യത്തെ പ്രാവശ്യം തന്നെ മാജിക് ചെയ്തിരിക്കുകയാണ്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനത് സാധിച്ചിരിക്കുന്നു. വളരെ നന്ദി സർ. മൈര, വരൻ ശ്രദ്ധിച്ചു കേൾക്ക്. എന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്. വേഗത്തിന്റെ കാര്യത്തിൽ നീ സമർത്ഥനാണെന്ന് സമ്മതിച്ചു. പക്ഷെ എന്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് സമ്മതിക്കണം. അദൃശ്യം, രുദ്രയുടെ പ്രായത്തെയും മാജിക്കൽ പവേഴ്സിയും സംശയിക്കരുത്. വാ വാ, വന്നിനെ പേടിക്ക.
ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ കുളിച്ചിട്ട് വന്നതാ. പിന്നെ എന്തിനാണ് നീ വെറുതെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ വെറുതെ ഒന്ന് കുളിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. It's party time. Myra, Varun. Ibaiska, Zibaiska. Boom, check, check, boom. ഞാനിതിൽ ശരിക്കും കുടുങ്ങി പോയെന്നാണ് തോന്നുന്നത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? വേണ്ട, എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത്. എന്നെ വിട്ടേക്ക്. ആരെങ്കിലും എന്നെ രക്ഷിക്ക്. മുത്തശ്ശ, മുത്തശ്ശ, താങ്ക് യു രുദ്ര. നീ വീണ്ടും ഒരു കാര്യം പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നീ വളരെ നല്ല മജീഷ്യൻ ആണെന്ന്. സോഗ, വേഗം ചെന്ന് സ്നാക്സും ചായ എടുത്തോണ്ട് വാ. ഞങ്ങൾ ആകെ തളർന്നിരിക്കുക. ഓക്കെ ബോസ്. എടാ, ഞാനാണടാ നിന്റെ ബോസ്. ഭ്രാന്ത മരമണ്ട. ആദ്യം വന്നെന്റെ കൈ കെട്ടഴിച്ചു വിടടാ. വാടാ ഇങ്ങോട്ട്.